ഗായ്സ് വെൽക്കം ടു മൈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ട്രാവൽ പ്രേമിയുടെ പുതിയൊരു വീഡിയോ ഒന്നുമല്ല. നമ്മുടെ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം എന്തായെന്നറിയാം. ഒരു രീതിയിലും വികസനം അറിയില്ല കേട്ടോ. എന്നൊക്കെ ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റ് വരുന്നതും ഇവിടെ ആൾക്കാർക്ക് നിൽക്കാനൊക്കെ ആയിട്ട് ഒരു ഷീറ്റിൻ്റെ ഒരു ഇതുപോലും ഇല്ലാത്ത, കാരണം ഒരു മഴ പെയ്താൽ തന്നെ നനഞ്ഞ് കുളിക്കും. അമ്മാതിരി ഇതാട്ട അവസ്ഥയാണ്. അല്ല, ഇവിടെ തന്നെ ഒരു ഷീറ്റ് ഉണ്ടെങ്കിൽ അതൊരു ഫുൾ ലെങ്ത് ആയിട്ടല്ല, അത് അവിടം വരെ ഉള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ തൃശ്ശൂർ അതുപോലത്തെ റെയിൽവേ സ്റ്റേഷനിലുള്ള പോലെ ഫുള്ളായിട്ട് ഷീറ്റ് ഇടുവാണെങ്കിൽ ഭാവിയിൽ നമുക്ക് ആൾക്കാർ എന്തായാലും ഈ സ്റ്റോപ്പിന് അത്യാവശ്യം ആൾക്കാർ വന്ന് ഇറങ്ങുന്ന സ്റ്റോപ്പാണ്. അപ്പോൾ റെയിൽവേ മന്ത്രിയെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇരിങ്ങാലക്കുട റെയിൽവേ അതോറിറ്റികളോട് പറഞ്ഞ് നമ്മുടെ എത്രയും പെട്ടെന്ന് നമുക്കിവിടെ ടൈലും ഇടുക, അതുപോലെ ഇരിക്കാനുള്ള ചെയർ സെറ്റ് ചെയ്ത് തരണം. പിന്നെ നല്ലൊരു ഫാൻ സെറ്റ് ചെയ്ത് തരുവാണെങ്കിൽ അത്യാവശ്യം ആൾക്കാർ വന്നിരിക്കുമ്പോൾ ചൂടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. മഴയുള്ളപ്പോൾ കുഴപ്പമില്ല, ചൂട് കാലത്തെല്ലാം ഭയങ്കരമായിട്ട് ഇവിടെ ഇരിക്കാൻ പോലും മര്യാദയ്ക്ക് ഒരു കസേര പോലും ഇല്ല കേട്ടോ. ഇവിടെ ഇപ്പം തിരക്കില്ലാത്തതുകൊണ്ടാണ്. ഇപ്പം രാവിലെ ടൈമിൽ 7 മണിക്കും അതുപോലെ വൈകിട്ട് 5 മണിക്കൊക്കെ നല്ല രീതിയിൽ തിരക്ക് വരുന്ന സമയമാണ്. കാരണം ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന ആൾക്കാരൊക്കെ ഇവിടെയാണ് വന്ന് കയറുന്നതൊക്കെ. വരുന്നവരും എറണാകുളം സൈഡിൽ നിന്നും അതുപോലെ തൃശ്ശൂർ സൈഡിൽ നിന്നും വരുന്നവരൊക്കെ ഇവിടെയാണ് ഇറങ്ങുന്നത്, ജോലിക്ക് പോയിട്ട് വരുന്നവർ. അപ്പോൾ ഇവിടെ എത്രയും പെട്ടെന്ന് ടൈലൊക്കെ ഇട്ട് നല്ല രീതിയിൽ മനോഹരമാക്കി സെറ്റാക്കി തരിക. വീണ്ടും അടുത്ത വീഡിയോ കാണാം. ബൈ ടാറ്റ.